ഹലോ, നമുക്കിന്നൊരു സിലോപ്പിയ മീൻ എങ്ങനെ കറി വെക്കുന്നതെന്ന് നോക്കാം. അതും നമ്മൾ ഇന്ന് കറി വെക്കുന്നത് നല്ല സ്പൈസി ആയിട്ട് മാങ്ങ ഇട്ടാണ് കറി വെക്കുന്നത്. അപ്പോൾ നമുക്ക് വെട്ടി ഓൾറെഡി വാങ്ങിച്ചതാണ് മീൻ. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം ഉലുവ ഇട്ട് പൊട്ടിക്കും. ഉലുവ പൊട്ടിച്ച ശേഷം നമ്മളിവിടെ കാശ്മീരി ചില്ലി പൗഡറും സാധാരണ എരിവുള്ള മുളകും കൂടാണ് മിക്സ് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ ഉലുവപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പുളി ഇടുന്നുണ്ട്. നമ്മുടെ മാങ്ങയ്ക്ക് നല്ല പുളിയുള്ളതാണ് കൊണ്ട് നമ്മളിപ്പോൾ ഒരു 3-4 കഷ്ണം പുളി ഇടുന്നുള്ളൂ. പുളി ഇല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സിലോപ്പിയ പോലുള്ള മീനിന് നല്ലൊരു പുളിയും എരിവും ഇല്ലെങ്കിൽ അതൊരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് നമ്മൾ ആ പുളിയുടെ ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ പുളി ഇടുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്തേക്കുന്ന ചുമന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മുളക്, ഇത്രയും നമ്മൾ ചതച്ചിട്ടാണ് ഇടുന്നത്. മുളക് നമുക്ക് കീറിയിട്ടാൽ മതി. 2 മുളകിൻ്റെ ആവശ്യമുള്ളൂ, അതായത് പച്ചമുളക്. പിന്നെ ആവശ്യത്തിലധികം കറിവേപ്പില. ഇപ്പം നമ്മൾ തണ്ടോടുകൂടി ഇടുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. പിന്നെ 2 ഗ്ലാസ് വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ 1 കിലോ സിലോപ്പിയ മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇവിടെ ഞാൻ കല്ലുപ്പിടുന്നത് എനിക്ക് അതിൻ്റെ അളവ് അറിയാവുന്നതുകൊണ്ടാണ്. അതറിയില്ലാത്തവർ നമ്മുടെ ഉപ്പിനനുസരിച്ചിട്ട് ഇപ്പം ഒരു ടീസ്പൂണ് ഇടുക ആദ്യം. അത് കഴിഞ്ഞ് തിളച്ച് റെഡിയായതിന് ശേഷം ഉപ്പ് കുറവാണെന്ന് നോക്കിയിട്ട് കുറച്ചും കൂടി ഇട്ടാൽ മതി. ഇപ്പോൾ നമ്മൾ കല്ലുപ്പാണ് ഇടുന്നത്. ഇപ്പം നമ്മളുടെ മീനെല്ലാം നമ്മുടെ ചാറൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വരുന്ന ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ഇടുകയാണ്. നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു ഏകദേശം ഒരു ചെറിയ വലിപ്പമുള്ള ഒരു മാങ്ങയുടെ 2 പൂള് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം 2 വലിയ സൈഡിലത്തെന്ന് വെച്ചാൽ മെത്തപ്പൂളെന്ന് ഇവിടെ പറയാം, 2 പൂളുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സിലോപ്പിയ മീൻ ഇടുകയാണ്. എന്നിട്ട് ഈ മീൻ അധികം വേവില്ലാത്തത് കൊണ്ട് നമ്മൾ ഇതൊരു നല്ലൊരു തിള വന്നതിന് ശേഷം നമുക്കൊന്ന് നോക്കാം. കാരണം നമുക്കിവിടെ നല്ല കുറുക്കിയ ചാറോടെ നല്ല സ്പൈസി ആയിട്ടുള്ള പുളിയും എരിവുമുള്ള, വേണമെങ്കിൽ ഒരു ഷാപ്പിലൊക്കെ വെക്കുന്ന രീതിയിലുള്ളൊരു മീൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ മീനെല്ലാം ഒന്ന് നമ്മുടെ ചട്ടിക്കകത്തിട്ട് വന്നിട്ട് അമ്മ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. കണ്ട വെള്ളത്തിൻ്റെ പാകം ഇത് മതി. ഇത് കൂടുതലും കുറച്ചുകൂടെ ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് ഈ ഒരു കുറച്ചുകൂടെ വെള്ളം വരും. പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില, നല്ല ഓർഗാനിക് കറിവേപ്പിലയാണ്, അത് നമുക്ക് എത്ര വേണമെങ്കിൽ ഇടാം. പിന്നെ അടച്ച് വെക്കണം. ഇപ്പം നമ്മൾ ഇട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മല്ലിപ്പൊടി ഇതിനകത്ത് ഇട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ പച്ച മല്ലി ഉണ്ടായിരുന്നു, നന്നായിട്ടൊന്ന് ചതച്ച് ഒരു ടേബിൾ സ്പൂൺ മതി. ടേബിൾ സ്പൂൺ കുറച്ച് മല്ലി എടുത്ത് നമ്മളൊന്ന് ചതച്ചിട്ട് നമ്മുടെ ഈ തിളയ്ക്കുന്നതിനകത്തിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. അതൊരു എക്സ്ട്രാ ഫ്ലേവർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അമ്മ ചട്ടി എടുത്തത് നോക്കിക്കാൻ നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്തത് അറിയാം. നല്ലൊരു ഭംഗിയായിട്ടുണ്ട്, നല്ലൊരു വാസന വരുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ വെന്തു പാകമായിട്ടുണ്ട്. അമ്മ നന്നായിട്ട് ചുറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മാങ്ങ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ചാറൊക്കെ നല്ല കുറുകി നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ തലക്കഷ്ണം കണ്ടോ, നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇടാം. പിന്നെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. നിങ്ങളും ചെയ്ത് നോക്കൂ. എന്നിട്ട്